രാമായണം രണ്ടാം ഭാഗം അയോധ്യാകാന്ഡം. രാമനും സഹോദരന്മാരും വിവാഹിതരായി സന്തോഷത്തോടെ അയോധ്യയിൽ തിരിച്ചെത്തുന്നു. സീതയുടെയും സഹോദരിമാരുടെയും സാന്നിധ്യം കൂടി ആയതോടെ അയോധ്യാനിവാസികൾ സന്തോഷത്താൽ മതിമറന്നു. അങ്ങനെയിരിക്കെ ദശരഥൻ തനിക്ക് പ്രായമായതിനാൽ ഭരണ ചുമതല രാമനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ അത് അംഗീകരിച്ചു. രാമൻ്റെ പട്ടാഭിഷേകം വിളംബരം ചെയ്തു. രാജ്യം മുഴുവൻ ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിനായി ഒരുങ്ങി. എങ്ങും ആഹ്ലാദം അലതല്ലി. എന്നാൽ ഭരതൻ്റെ അമ്മയും ദശരഥൻ്റെ മറ്റൊരു ഭാര്യയുമായ കൈകേയിയുടെ ദാസി മന്ദര ഇതിനെ രഹസ്യമായി എതിർക്കുകയും ഭരതനെ രാജാവാക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് കൈകേയിയെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മന്ദരയുടെ ദുഷ്ബുദ്ധിയിൽ വശംവദയായ കൈകേയിയെ ദശരഥൻ പണ്ട് തനിക്ക് നൽകിയ 2 വരങ്ങൾ രാമൻ്റെ പട്ടാഭിഷേകത്തിന് എതിരായി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. ഈ സമയം ഭരതൻ തൻ്റെ മുത്തശ്ശനെ സന്ദർശിക്കുവാൻ കേകയ രാജ്യത്ത് പോയിരുന്നതിനാൽ അയോധ്യയിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ ഒന്നും തന്നെ ഭരതൻ അറിഞ്ഞിരുന്നില്ല. ഇവിടെ അയോധ്യയിൽ മന്ദരയുടെ കുബുദ്ധിപ്രകാരം കൈകേയിയെ ദശരഥനെ കണ്ട് പണ്ട് താൻ തേരോടിച്ച് അദ്ദേഹത്തെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതിന് തരാമെന്ന് പറഞ്ഞ 2 വരങ്ങൾ ഇപ്പോൾ നൽകാമോ എന്ന് ചോദിക്കുന്നു. ദശരഥൻ കഥയൊന്നും അറിയാതെ വരം ചോദിച്ചു കൊള്ളുവാൻ സമ്മതം നൽകുന്നു. ഒന്നാമത്തെ വരം, രാമന് പകരം കൈകേയിയുടെ മകൻ ഭരതനെ പട്ടാഭിഷേകം ചെയ്യണം. രണ്ടാമത്തേത്, രാമൻ 14 വർഷങ്ങൾ വനവാസം ചെയ്യണം. ഇതായിരുന്നു കൈകേയി ചോദിച്ച 2 വരങ്ങൾ. സന്തോഷത്തോടെ രാമൻ്റെ പട്ടാഭിഷേകത്തിന് ഒരുങ്ങിയിരുന്ന ദശരഥൻ രാമനെ രാജാവാക്കാനോ പറ്റില്ല, കൂടാതെ കാനനവാസത്തിനും കൂടി അയക്കണം എന്ന് കേട്ടതോടുകൂടി ആകെ തളർന്നു പോകുന്നു. പക്ഷേ രാജാവ് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ പാടില്ലല്ലോ. നിർവാഹമില്ലാതെ ദുഃഖത്തോടെ ദശരഥന് വരം കൊടുക്കേണ്ടി വരുന്നു. രാജാവാകേണ്ടിയിരുന്ന രാമൻ കാട്ടിലേക്ക് പോകുന്നു. സീതയും ലക്ഷ്മണനും രാമനെ അനുഗമിക്കുന്നു. മുത്തശ്ശനെ കണ്ടു തിരിച്ചെത്തിയ ഭരതൻ വേദനയോടെ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. തൻ്റെ ജ്യേഷ്ഠനായ രാമൻ ഇരിക്കേണ്ട സിംഹാസനത്തിൽ ഒരിക്കലും താൻ ഇരിക്കില്ലെന്ന് ഭരതൻ പ്രതിജ്ഞ ചെയ്യുന്നു. ദശരഥൻ പുത്രദുഃഖത്താൽ മരിക്കുന്നു. അയോധ്യാപുരി ആകെ ഇരുട്ടിലാകുന്നു. അങ്ങ് അകലെ കാട്ടിൽ പഞ്ചവടി തടാകത്തിൻ്റെ കരയിൽ പർണശാല കെട്ടി രാമലക്ഷ്മണന്മാരും സീതയും താമസിക്കുന്നു. ഭരതൻ കാട്ടിലെത്തി രാമൻ ജ്യേഷ്ഠൻ അയോധ്യയിലേക്ക് തിരിച്ചു വരണം എന്ന് അഭ്യർത്ഥിക്കുന്നെങ്കിലും രാമൻ്റെ നിർബന്ധപ്രകാരം ഭരതൻ 14 വർഷത്തേക്ക് അയോധ്യ ഭരിച്ചുകൊള്ളാം എന്ന് സമ്മതിച്ച് രാമൻ്റെ മെതിയടികളുമായി തിരികെ പോകുന്നു. അയോധ്യാകാന്ഡം ഇങ്ങനെ അവസാനിക്കുന്നു. അടുത്തത് ആരണ്യകാന്ഡം അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി, നമസ്കാരം.